ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേൾഡ് ചാമ്പ്യനായ മിഖായൽ താലിൻ്റെ അതിമനോഹരമായ ഒരു അറ്റാക്കിംഗ് ഗെയിം കാണാം. ഇതിൽ മിഖായൽ താൽ തൻ്റെ ക്വീനിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് വൈറ്റിനെ പരാജയപ്പെടുത്തുന്നത്. ഇതിൽ വൈറ്റ് എടുത്തിരിക്കുന്നത് ബൾഗേറിയൻ ഗ്രാൻഡ് മാസ്റ്ററായ മിൽക്കോ ബൊബത്സോവ് ആണ്. ബ്ലാക്ക് പീസ് എടുത്തിരിക്കുന്നത് മിഖായൽ താലാണ്. നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. വൈറ്റ് ആദ്യമായി D4 ഓപ്പൺ ചെയ്തു. ബ്ലാക്ക് ഇവിടെ നൈറ്റ് F6 കളിക്കുന്നു. ഇന്ത്യൻ ഡിഫൻസ്. ഈ ഒരു ഗെയിം കിങ്സ് ഇന്ത്യൻ ഡിഫൻസിൻ്റെ സെയിമിഷ് വേരിയേഷനിലാണ് കളിച്ചിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ഇവിടെ മെയിൻ മൂവായ C4 കളിക്കുന്നു. മിഖായൽ താൽ G6 കളിക്കുന്നു. അപ്പോൾ നൈറ്റ് C3. ഇവിടെ താൽ കിങ്സ് ഇന്ത്യൻ ഡിഫൻസിൻ്റെ മെയിൻ മൂവായ G7 ബിഷപ്പ് ടു G7 കളിക്കുന്നു. അപ്പോൾ വൈറ്റ് ഇവിടെ E4 പോൺ പുഷ് ചെയ്ത് സെൻറ്റർ കൺട്രോൾ ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് മൂവിൽ പോൺ ടു E5 പുഷ് ചെയ്ത് നൈറ്റിനെ ഹറാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കിങ്സ് ഇന്ത്യൻ ഡിഫൻസിലെ മെയിൻ മൂവായ D6 ആണ് താൽ ഇവിടെ കളിക്കുന്നത്. ഇവിടെ വൈറ്റിനെ വേണമെങ്കിൽ നൈറ്റ് F3 കളിക്കാം. എന്നാൽ ഇവിടെ കിങ്സ് ഇന്ത്യൻ ഡിഫൻസിൻ്റെ സെയിമിഷ് വേരിയേഷനിലാണ് കളി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മെയിൻ മൂവായ F3 ആണ് ബൊബത്സോവ് ഇവിടെ കളിക്കുന്നത്. അപ്പോൾ താൽ കാസിൽ ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ഇവിടെ നൈറ്റ് E2 കളിക്കുന്നു. ഇവിടെ രണ്ട് വിധത്തിൽ കളിക്കാവുന്നതാണ്. ഒന്നുകിൽ E5, എന്നാൽ താൽ ഇവിടെ കളിക്കുന്നത് C5 സെൻട്രൽ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബൊബത്സോവ് ബിഷപ്പ് ടു E3 കളിച്ച് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു പീസ് ഡെവലപ്മെൻറ്റ് നടത്തിയിരിക്കുന്നു. അപ്പോൾ താൽ ഇവിടെ നൈറ്റ് D7 കളിക്കുന്നു. ഇനി വൈറ്റ് ക്വീൻ ടു D2 കളിക്കുന്നു. ഇതിൻ്റെ ഉദ്ദേശം ക്വീൻ സൈഡിൽ കാസ്ലിംഗ് നടത്തുക, അതേപോലെ തന്നെ ഈ ഒരു ഡയഗണിൽ ഒരു ബിഷപ്പ് ആൻഡ് ക്വീൻ ബാറ്ററി നിലനിർത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഡാർക്ക് സ്ക്വയർ ബിഷപ്പിനെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ H പോണിനെ മുന്നോട്ട് നീക്കിക്കൊണ്ട് H G F ഈ പോണുകളെയൊക്കെ മുന്നോട്ട് നീക്കിക്കൊണ്ട് കിങ് സൈഡിൽ അറ്റാക്ക് നടത്താൻ വേണ്ടിയാണ് വൈറ്റ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടി D2 കളിക്കുന്നു. ഇനി ക്വീൻ സൈഡ് കാസ്ലിംഗ് ആണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് ആദ്യമായി A6 കളിക്കുന്നു. അത് ഒരു B5 പോൺ പുഷ് നടത്തി അറ്റാക്ക് ചെയ്യാനുള്ള, ക്വീൻ സൈഡ് അറ്റാക്ക് നടത്താനുള്ള ഒരു മുന്നോടിയായിട്ടുള്ള മൂവ് ആണ് A6. ഇവിടെ വൈറ്റ് ക്വീൻ സൈഡ് കാസിൽ ചെയ്യുന്നു. ഉടനെ മിഖായൽ താൽ തൻ്റെ ക്വീൻ A5ലേക്ക് കളിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ ക്വീൻ ഈ ഒരു നൈറ്റ് ഇവിടെ അറസ്റ്റ് ആയിരിക്കുകയാണ്. കാരണം നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ ക്വീൻ ടേക്സ് പോൺ വരും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നൈറ്റ് എപ്പോൾ വേണമെങ്കിലും D5ലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഈ ഒരു ക്വീനിനെ എടുക്കുകയാണെങ്കിൽ പിന്നീട് ഇവിടെ ഒരു അറ്റാക്കിംഗ് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഇനി നൈറ്റ് ടു D5 കളിച്ചു കഴിഞ്ഞാൽ ക്വീനെ എക്സ്ചേഞ്ച് ചെയ്യണമെന്നില്ല, ഈ ഒരു പോണിനെയും എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആദ്യമായി, അതേപോലെ നൈറ്റ് D5ൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ടേക്സ് പോൺ വിത്ത് ചെക്ക്. അങ്ങനെ ഒരു മൂവ് ഉണ്ട്. പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല. ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള ഒരു മൂവിനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി വൈറ്റ് ഇവിടെ ചെയ്യുന്നത്, ബ്ലാക്ക് ഇവിടെ
ക്വീൻ A5 കളിക്കുമ്പോൾ ഈ ഒരു മൂവ് കളിക്കുന്നതിന് മുന്നേ ആയി ആദ്യം കിങ് ടു B1 കളിച്ച് ആ പോണിനെ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതേപോലെ കിങ്ങിനെ കുറച്ചുകൂടി സുരക്ഷിതമായ കോളത്തിലേക്ക് കളിക്കുന്നു. ഇനി മിഖായൽ താൽ കളിക്കുന്നത് B5 ആണ്. ഈ ഒരു മൂവ് കണ്ടുകൊണ്ട് തന്നെയാണ് മിഖായൽ താൽ B5 കളിക്കുന്നത്. ഇവിടെ ഒരു ത്രെട്ട് ഉണ്ട്. കാരണം നൈറ്റ് D5 അടുത്തതിന് ഈ ഒരു പോണിനെ E7 പോണിനെ വിത്ത് ചെക്ക് വരും. ഇനി നൈറ്റ് D5 കളിച്ചിട്ട് ക്വീൻ ടേക്സ് ക്വീൻ നടത്തി കഴിഞ്ഞാലും ഇവിടെ ചെക്കില്ല, കാരണം കിങ് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റിന് റൂക്ക് ടേക്സ് ക്വീൻ ചെയ്യുന്നതിന് മുന്നേ ആയി ഒരു മൂവ് നടത്താൻ പറ്റും. നൈറ്റ് ടേക്സ് പോൺ, അത് ചെക്കാണ്. ചെക്കായതുകൊണ്ട് തന്നെ കിങ്ങിനെ മാറ്റണം. കിങ്ങിനെ മാറ്റിയതിന് ശേഷം റൂക്ക് ടേക്സ് ക്വീൻ. അപ്പോൾ ബ്ലാക്കിൻ്റെ ഒരു പോണിനെ എക്സ്ട്രാ കിട്ടുന്നതാണ്. എന്നാൽ മിഖായൽ താൽ അത് അറിഞ്ഞിട്ടും അതിന് എതിരായി കളിക്കുന്നതിന് പകരം ആ ഒരു ഇവിടെ റൂക്ക് E1 ഒരു നല്ല മൂവായിരുന്നു, പോണിനെ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്. എന്നാൽ മിഖായൽ താൽ കളിക്കുന്നത് B5. ഇവിടെ വൈറ്റ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ നൈറ്റ് D5 കളിക്കുകയാണ്. ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പോൺ, ഈ ഒരു പോൺ ഹാങ്ങിങ് ആണ്. അപ്പോൾ ക്വീൻ ടേക്സ് ക്വീൻ കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് ടേക്സ് ക്വീനിന് മുന്നേ ആയി ഈ ഒരു പോണിനെ എടുത്തതിന് ശേഷം റൂക്ക് ടേക്സ് ക്വീൻ നടത്തി പോണിനെ വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നൈറ്റ് ഇവിടെ D5 കളിക്കുകയാണ്. ഇനി മിഖായൽ താലിൻ്റെ നെക്സ്റ്റ് മൂവ് നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. സാക്രിഫൈസ് മൂവ്സിന് പ്രസിദ്ധനായ മിഖായൽ താൽ ഇവിടെ കളിക്കുന്നത് തൻ്റെ ക്വീനിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് നൈറ്റ് ടേക്സ് നൈറ്റ്. അപ്പോൾ ബൊബോത്സോവ് ഇവിടെ ക്വീൻ ടേക്സ് ക്വീൻ. അപ്പോൾ നൈറ്റ് ടേക്സ് ബിഷപ്പ്. ഇവിടെ ക്വീനിന് പകരം 2 പീസുകളെ നേടിയിരിക്കുകയാണ്. എന്നാലും ക്വീനാണ്, അതുകൊണ്ട് തന്നെ ബൊബോത്സോവിന് ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്, ക്വീൻ പോയിരിക്കുകയാണ്. അപ്പോൾ ബിഷപ്പ് നൈറ്റ് ടേക്സ് ബിഷപ്പ് കളിച്ചപ്പോൾ ഇവിടെ റൂക്ക് ഹാങ് ആണ്. റൂക്ക് കംസ് ടു C1. അപ്പോൾ നൈറ്റ് ടേക്സ് പോൺ. അപ്പോൾ ഇവിടെ ഈ ഒരു നൈറ്റ് ഈ ക്വീനിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ക്വീനിനെ മാറ്റുന്നതിന് പകരം ബൊബോത്സോവ് ഇവിടെ ചെയ്യുന്നത് കോംപ്ലിക്കേഷൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ ഒരു നൈറ്റ് ഒരു മോൺസ്റ്റർ നൈറ്റ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു അറ്റാക്ക് ഉണ്ട്. ഇവിടെ ബിഷപ്പ് ഈ ഒരു ഫയലിൽ നിൽക്കുന്നുണ്ട്, ഈ ഒരു ഡയഗണലിൽ അറ്റാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. പോണിൻ്റെ ഈ ഒരു പോണിനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അറ്റാക്കിന് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ആദ്യമായി ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് നടത്തുകയാണ് വൈറ്റ്. റൂക്ക് ടേക്സ് നൈറ്റ്. അപ്പോൾ പോൺ ടേക്സ് റൂക്ക്. ഇനി വൈറ്റ് ഇവിടെ കളിക്കുന്നത് നൈറ്റ് C1, അതായത് തൻ്റെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നൈറ്റിനെ അവിടെ നിന്നും മാറ്റുകയാണ്. ഇനി ഇവിടെ മിഖായൽ താൽ റൂക്ക് ടു B8 കളിക്കുകയാണ്. ഈ ഒരു സെമി ഓപ്പൺ ഫയലിലേക്ക് തൻ്റെ റൂക്കിനെ കിങ്ങിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പൊസിഷൻ ചെയ്യുകയാണ്. അപ്പോൾ വൈറ്റ് ഇവിടെ പോൺ ടേക്സ് പോൺ. ബിഷപ്പ് ടേക്സ് പോൺ. ഇവിടെ നൈറ്റ് B6 കളിച്ചുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ബിഷപ്പ് B3, അതായത് ഈ ഒരു സെമി ഓപ്പൺ ഫയൽ റൂക്ക് സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ മാക്സിമം ബ്ലോക്കേഡ് സൃഷ്ടിക്കുക കൂടി വേണം. അതേപോലെ ഈ ഒരു ഡയഗണലിൽ അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് ബിഷപ്പിനെ B3 മാറ്റുന്നു.
ഇനി ഇവിടെ വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് ടേക്സ് പോൺ. ആ ഒരു ഡയഗണൽ ഓപ്പണായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി വൈറ്റ് ഇവിടെ ക്വീനിനെ സെൻട്രൽ കൊണ്ടുവരുന്നു. ക്വീൻ ടു D2. ഇനി ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോണിനെ പുഷ് ചെയ്യണം, എന്നിട്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഈ പോണിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്വീൻ ടേക്സ് ബിഷപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി ബിഷപ്പ് ടു G7 കളിക്കുന്നു. ആ ഡയഗണലിൽ തന്നെ ബിഷപ്പിനെ നിലനിർത്തുന്നു. ഇവിടെ ഇനി ഈ ഒരു നൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതിനുവേണ്ടി വൈറ്റ് ഇവിടെ നൈറ്റ് ടു E2 കളിക്കുന്നു. അപ്പോൾ ബ്ലാക്ക് നേരത്തെ ഉദ്ദേശിച്ച മൂവ് കളിക്കുന്നു. പോൺ ടു C4 അറ്റാക്കിംഗ് ബിഷപ്പ് C2. അപ്പോൾ വീണ്ടും ബ്ലാക്ക് പോൺ C3 കളിച്ച് അറ്റാക്ക് ചെയ്യുന്നു ക്വീനിനെ. ഇവിടെ പോൺ ടേക്സ് പോൺ ഒരു നല്ല മൂവല്ല, കാരണം നൈറ്റ് ടു C4 ഒരു ചെക്കാണ്, ഡിസ്കവേർഡ് ചെക്ക്. റൂക്ക് കൊണ്ട് പിന്നെ ക്വീൻ പോവും. പിന്നെ ക്വീൻ ഉപയോഗിച്ച് പോണിനെ വെട്ടാൻ പറ്റില്ല. ഇവിടെ ബിഷപ്പ് ഉണ്ട്. നൈറ്റ് ഉപയോഗിച്ച് പോണിനെ വെട്ടിക്കഴിഞ്ഞാലും പിന്നീടത് നൈറ്റ് ഇവിടെ വന്നുകൊണ്ട് ക്വീനിനെ അറ്റാക്ക് ചെയ്യും. അതേപോലെ ഈ റൂക്ക് ടേക്സ് പോൺ ഇവിടെ ഒരു ത്രെട്ടാണ്. ബിഷപ്പ് ഈ ഡയഗണലുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ വൈറ്റ് നൈറ്റ് ടേക്സ് പോൺ കളിക്കുന്നില്ല. ഇവിടെ കൂടുതൽ അറ്റാക്ക് വരും, അറ്റാക്കിംഗ് ചാൻസസ് ബ്ലാക്കിന് കിട്ടും. അതുകൊണ്ട് തന്നെ ക്വീൻ D3 ആണ് വൈറ്റ് മൂവ് ചെയ്യുന്നത്. ഇവിടെ പോൺ ടേക്സ് പോൺ. അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നത് നൈറ്റ് E4. ആ ഒരു ബിഷപ്പിൻ്റെ ഡയഗണൽ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. അതേപോലെ നൈറ്റിനെ സെൻട്രൽ ആയി ഒരു പീസായി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആദ്യമായി ബ്ലാക്ക് ബിഷപ്പ് ടു D7 കളിക്കുന്നു. തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ റൂക്കിനെ ഈ കിങ് സൈഡിലുള്ള റൂക്കിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി വരികയാണ്. ഇവിടെയും വൈറ്റ് ഇവിടെ കിങ് ടേക്സ് പോൺ കളിക്കുന്നില്ല. കാരണം കിങ് ടേക്സ് പോൺ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതൊരു ഡിസ്കവേർഡ് അറ്റാക്ക്, അല്ലെങ്കിൽ നൈറ്റിനെ പിന്നെ മാറ്റാൻ പറ്റില്ല. അതേപോലെ ഈ ഒരു ബ്ലാക്ക് നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ അത് ചെക്കാണ്. അപ്പോൾ ഇങ്ങനെ കിങ് ടേക്സ് പോൺ ഒരു നല്ല മൂവല്ല. എപ്പോഴും ഇങ്ങനെയുള്ളൊരു ബ്ലോക്കേഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് ഇപ്പോൾ ബ്ലാക്കിൻ്റെ പോണിനെ കവർ ചെയ്ത് നിൽക്കുകയാണ്. അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ബ്ലാക്കിന് സ്വന്തം പോണാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ സ്വന്തം പോണിൻ്റെ ബ്ലാക്കിൻ്റെ പോണിൻ്റെ മറവിൽ കിങ് ഇവിടെ നിൽക്കുകയാണ്. ഇനി ഇവിടെ വൈറ്റ് ചെയ്യുന്നത് തൻ്റെ റൂക്കിനെ ഡെവലപ്പ് ചെയ്യുന്നു, സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു. റൂക്ക് ടു D1. അപ്പോൾ ബ്ലാക്ക് തൻ്റെ റൂക്കിനെയും ഡെവലപ്പ് ചെയ്യുന്നു, റൂക്ക് ടു C8. ഇനി വൈറ്റ് ഇവിടെ ചെയ്യുന്നത് തൻ്റെ ബിഷപ്പിനെ ഇവിടെ നിന്നും ബിഷപ്പ് ടു B3 കളിച്ച് ഇവിടെ ഈ നല്ല ഡയഗണലിലേക്ക് കൊണ്ടുവരികയാണ്. ബിഷപ്പ് ഇവിടെ പ്രത്യേകിച്ച് കാര്യമായ അറ്റാക്കിംഗ് ഒന്നും ചാൻസ് ഇല്ല, കാരണം ഈ ഒരു ഡയഗണലെല്ലാം ബ്ലോക്ക്ഡ് ആണ്. ഈ ഒരു പോൺ സ്വന്തമായിട്ട് വൈറ്റിൻ്റെ ഡയഗണലിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടുത്തെ പോൺ സ്ട്രക്ചർ പ്രത്യേകിച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബിഷപ്പ് ടു B3 കളിക്കുന്നു, സെൻട്രൽ ഡയഗണലിലേക്ക് കൊണ്ടുവരുന്നു. ഇനി ഇവിടെ വൈറ്റ് കളിക്കുന്നത് നൈറ്റ് A4 ആണ്. നൈറ്റ് A4 കളിച്ച ഉടനെ ഇനി നെക്സ്റ്റ് മൂവിൽ ഇവിടെ നൈറ്റ് C3 ചെക്ക് വരുന്നുണ്ട്, ഫോർക്കിംഗ് ദ റൂക്ക്. അതുപോലെ നൈറ്റ് ഇവിടെ ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ വൈറ്റ് ഇവിടെ ബിഷപ്പ് ടേക്സ് നൈറ്റ് കളിക്കുകയാണ്.
അതിനുശേഷം ബിഷപ്പ് അറ്റാക്കിംഗ് ദ റൂക്ക്. അപ്പോൾ വൈറ്റ് ഇവിടെ നൈറ്റ് B3 കളിച്ച് ആ ഒരു റൂക്കിനെയും ഡിഫെൻഡ് ചെയ്യുന്നു. അതേപോലെ ഈ ഒരു റൂക്കിൻ്റെ ഫയലും കവർ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് മിഖായൽ താൽ തൻ്റെ റൂക്കിനെ C3 കൊണ്ടുവന്ന് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള A6 പോണിനെ ഗാമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബൊബത്സോവ് ക്വീൻ ടേക്സ് പോൺ. ഇവിടെ മിഖായൽ താൽ ആദ്യമായി ഇപ്പോൾ ഇവിടെ തൻ്റെ ബിഷപ്പ് ഹാങ്ങിങ് ആണ്. ക്വീൻ ടേക്സ് ബിഷപ്പ് ഉണ്ട്. ആദ്യമായി ബൊബത്സോവിൻ്റെ നൈറ്റിനെ മിഖായൽ താൽ വെട്ടിമാറ്റുന്നു. ബിഷപ്പ് ടേക്സ് നൈറ്റ്. അപ്പോൾ പോൺ ടേക്സ് ബിഷപ്പ്. ഇനി അടുത്ത മൂവിൽ മിഖായൽ താലിൻ്റെ അടുത്ത മൂവ് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തത് നോക്കാവുന്നതാണ്. താൽ ഇവിടെ റൂക്ക് ടേക്സ് പോൺ കളിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ റൂക്ക് ടേക്സ് പോൺ കളിക്കുന്നതിന് പകരം മിഖായൽ താൽ കളിക്കുന്നത് റൂക്ക് C8, ഡബിളിങ് ദ റൂക്ക്. ഈ റൂക്കിനെ C5 ഡബിൾ ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് മൂവിൽ റൂക്ക് C1 ചെക്ക് വരുന്നുണ്ട്. ഇവിടെ ബൊബത്സോവിന് കാര്യമായ ഡിഫൻസസ് ഒന്നുമില്ല. ക്വീൻ ഇവിടെ A6 കോളത്തിലാണ് നിൽക്കുന്നത്. ആകെയുള്ളൊരു ഡിഫൻസീവ് പീസ് ഇവിടെ D1 നിൽക്കുന്ന റൂക്കാണ്. ഇനി ബൊബത്സോവ് ഇവിടെ ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ഒരു മൂവ് എന്ന് പറഞ്ഞാൽ ക്വീൻ A3 ആണ്. അതായത് ഈ ഒരു കോളം നിയന്ത്രിക്കുന്നു. അതേപോലെ ഇവിടെയുള്ള പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു ഡിഫെൻസീവ് മൂവ് കളിച്ചിരിക്കുകയാണ്. എന്നാൽ മിഖായൽ താൽ ഇവിടെ റൂക്ക് C1 ചെക്ക് കൊടുക്കുന്നു. അപ്പോൾ റൂക്ക് ടേക്സ് റൂക്ക്. അപ്പോൾ മിഖായൽ താൽ റൂക്ക് ടേക്സ് C1 ചെക്ക്. ഈ ഒരു മൊമെൻറ്റിൽ ബൊബത്സോവ് റിസൈൻ ചെയ്യുകയാണ്, തോൽവി സമ്മതിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇനി കിങ്ങിന് ആകെ പോവാൻ ഉള്ള ഒരു സ്ക്വയറാണ് കിങ് ടു A2. അങ്ങനെയാണെങ്കിൽ 2-3 വിധത്തിൽ ഇവിടെ ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഒരെണ്ണം റൂക്ക് A1 ചെക്ക്മേറ്റ്. കാരണം ഇവിടെ ചെക്കാണ്, പോണിനെ വെട്ടിമാരാൻ പറ്റില്ല. ഇതൊരു ബിഷപ്പുണ്ട്, അതൊരു മെത്തേഡാണ്. മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോൺ B1 അതിനെ ക്വീനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. നമ്മൾ പോൺ പ്രൊമോഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പോണിനെ ലാസ്റ്റ് റോയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്ത് ക്വീനോ ഏത് പീസും ആക്കാമെന്ന്, കിങ് ഒഴികെ. അപ്പോൾ പ്രൊമോട്ട് ചെയ്ത് ചെക്കാണ്, ഇവിടെ ചെക്ക് ആണ്. ഇനി പോണിനെ അല്ലാതെ ഇവിടെ പോൺ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്വീനിന് പകരം ബിഷപ്പിനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ആണ്. കാരണം ബിഷപ്പിനെ എടുക്കാൻ പറ്റില്ല. അതേപോലെ കിങ്ങിനെ ഈ ഒരു ഡയഗണലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഈ ഒരു ബിഷപ്പ് ഈ ഒരു ഡയഗണൽ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ 3 വിധത്തിലും ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബൊബത്സോവ് ഇവിടെ റൂക്ക് C1 ചെക്ക് വന്നപ്പോൾ റിസൈൻ ചെയ്യുകയാണ്. കിങ് A2 റൂക്ക് A1 ചെക്ക്മേറ്റ് ആയിരിക്കും. അപ്പോൾ മിഖായൽ താലിൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പലരും മിഖായൽ താലിൻ്റെ വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അതേപോലെ നിർദ്ദേശങ്ങൾ കമൻസിൽ അറിയിക്കുക. ആ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെയുള്ള കുറേ വീഡിയോസ് ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.